നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കൃഷിദർശനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച പ്ലാൻ ജീനോം അവാർഡ് അല്ലെങ്കിൽ കാർഷിക ജൈവ വൈവിധ്യ അവാർഡ് ലഭിച്ച 3 കൃഷിക്കാരെ പരിചയപ്പെട്ടു. അതോടൊപ്പം കേരള കാർഷിക സർവകലാശാല ഡോക്ടർ CR എൽസി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ആ ചർച്ചയുടെ തുടർച്ചയാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്ലാൻ വെറൈറ്റികളുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നാടൻ വിത്തിനങ്ങളുടെയും മറ്റും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു നടപടിക്രമം നമുക്ക് ലഘുവായിട്ടൊരു സാധാരണ കൃഷിക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഡോക്ടർ എൽസി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. 2 തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പുതിയ ഇനങ്ങളാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ അതിനുള്ള അപേക്ഷാ ഫോമിൽ ആ ഇനങ്ങളുടെ എല്ലാ പ്രത്യേകതകളും, ഇപ്പോൾ നെല്ലെടുക്കുകയാണെങ്കിൽ അതിന് എത്രമാത്രം ഉയരമുണ്ട്, അതിൻ്റെ കളറ്, നെൽമണികളുടെ തൂക്കം, നെല്ലിൻ്റെ അരിയുടെ ഗുണം, ഇതുപോലെയുള്ള എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ ഒരു ഇനത്തെ തിരിച്ചറിയാനുള്ള എല്ലാ ക്യാരക്ടറും എഴുതുന്ന ഒരു അപേക്ഷാ ഫോമാണുള്ളത്. അതിൻ്റെ കൂടെ അത് കാർഷിക സർവകലാശാലയിലെ ഡയറക്ടർ ഓഫ് റിസർച്ച് അത് അപ്രൂവ് ചെയ്ത് ആ അപേക്ഷാ ഫോം നമ്മൾ ഹൈദരാബാദിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് റൈസ് റിസർച്ചിന് കൊടുത്ത് അവരത് ഒന്നും കൂടെ വെരിഫൈ ചെയ്ത് ഓക്കെ ആക്കിയിട്ട് PPVFR അതോറിറ്റിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു അപേക്ഷ ഫീസുണ്ട്. ആ ഫീസ് അടക്കം നമ്മൾ കൊടുക്കണം. എന്നാൽ അതേസമയം കൃഷിക്കാരൻ്റെ ഇനങ്ങളാണെങ്കിൽ കർഷകർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന ഒരു വലിയ സൗജന്യ സേവനമാണ്. അവരുടെ ഇനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള ഫീസും അവരടയ്ക്കേണ്ടതില്ല. ഈ അപേക്ഷാ ഫോമിൽ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളും അവരുടെ ഇനത്തിൻ്റെ പ്രത്യേകതകളും അത് ഏത് ഭാഗത്ത് കാണുന്നു, ഏത് കൃഷിരീതിക്ക് അനുയോജ്യമാണ് എന്നെല്ലാം എഴുതി അത് PPVFR അതോറിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരതൊന്ന് ടെസ്റ്റ് ചെയ്ത് ട്രയൽ ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ അത് ഈ ഏത് അപേക്ഷയായാലും അതൊരു നാഷണൽ ലെവലിൽ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആർക്കെങ്കിലും എതിർപ്പുകളുണ്ടോ എന്നറിയാനായിട്ട്. ഒരുപക്ഷെ എൻ്റെ ഒരു ഇനം അടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പബ്ലിക്കായിട്ട് ഇത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇനങ്ങളെ ആരെങ്കിലും മോഷ്ടിച്ച് വേറെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇനങ്ങൾ അതേ പേരിൽ തന്നെ വേറൊരാൾ മോഷ്ടിച്ച് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്ത് അങ്ങനെ ഒപ്പോസിഷൻ അല്ലെങ്കിൽ അതിന് ഒബ്ജക്ഷൻ ഒന്നും ഇല്ല എന്ന് ഒരു 3 മാസത്തെ സമയം കൊണ്ട് തീരുമാനിച്ച് പിന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഇനങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഈ പറഞ്ഞ ജൈവ ചോഷണങ്ങൾ ബയോപരസ് പോലെ നടക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് നിയമപരമായിട്ട് അതിന് ഇത് ഒരു കോടതിക്ക് തുല്യമായ ഒരു സംവിധാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഇനം, ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പേറ്റന്റ്, ഒരു കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുത്തു എന്ന് പറഞ്ഞാൽ ആ പേറ്റന്റിന്റെ അവകാശി അയാൾക്ക് മാത്രമാണ്. ഇതുപോലെ നമ്മൾ പേറ്റന്റിന് തുല്യമായൊരു രജിസ്ട്രേഷനാണ് അത്. ഒരു ഇനം രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ അവകാശിയെ രജിസ്റ്റർ ചെയ്ത ആളാണ്. അപ്പോൾ വേറൊരാൾ അത് മോഷ്ടിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ അവകാശിക്ക് നിയമപരമായിട്ട് അതിനെ എതിർക്കാനുള്ള റൈറ്റാണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കാർഷിക ജൈവവിദ്യയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ധാരാളം പരമ്പരാഗത അറിവുകളുണ്ട്, ട്രഡീഷണൽ നോളജ്. അപ്പോൾ അതിന് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം ഈ ഒരു ആക്ടിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ നോളജ് എന്നുള്ളൊരു സൈഡ് ഈ ആക്ടിൽ കാര്യമായിട്ട് വരുന്നില്ല. പഴയ ഇനങ്ങളാണ് ഇതിനകത്ത് പ്രൊട്ടക്ഷൻ വരുന്നത്. പിന്നെ ട്രഡീഷണൽ നോളജിന് ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഭൂപ്രദേശ സൂചകം എന്ന് പറഞ്ഞിട്ട് വേറൊരു രജിസ്ട്രേഷനുണ്ട്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറയും. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിൻ്റെ കീഴെ നമ്മുടെ ട്രഡീഷണൽ നോളജിൻ്റെ റിസൾട്ടിങ് ആയിട്ട് വരുന്ന ഉൽപ്പന്നങ്ങളെ, ഇപ്പോൾ ഇവിടെ മിസ്റ്റർ പ്രതീഷ് കാണിച്ചു നവരനെല്ല്. നവരനെല്ല് എന്ന് പറയുന്ന ആ ഇനത്തിൻ്റെ സംരക്ഷണം ഈ PPVFR അതോറിറ്റിയുടെ കീഴെ, നവരൻ അരി അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആക്ടിൻ്റെ കീഴെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ പോകുന്നത്. പിന്നെ ഇത് രണ്ടും കൂടാതെ നമ്മുടെ പഴയ അറിവുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ആക്ട് വേണം എന്നൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതിപ്പം നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു സൈഡൊക്കെ ആയിട്ട് പരമ്പരാഗത അറിവുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ വാസവൻ ഈ ഒരു മേഖലയിലുള്ള അധികം നാട്ടറിവുകളുടെ ഒരു ധാരാളം സ്വന്തമായിട്ടും പഴയ പരമ്പരാഗത അറിവുകൾ ഉപയോഗിച്ചുള്ള കിടനിയന്ത്രണം, പിന്നെ സ്വന്തമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ ഈ കശുമാവിലെ കിടനിയന്ത്രണമായിട്ടൊക്കെ ബന്ധപ്പെട്ട? കശുമാവിൻ്റെ ഉൽപ്പാദന നഷ്ടം വരുന്ന 50% അല്ലെങ്കിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നൊരു കീടമാണ് തേയിലക്കൊത്. എന്തായാലും എങ്ങനെയാണ് അതിന് തേയിലക്കൊത് എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് പറയുന്നത്. അതിന് ഈ പുളിയൂറുമ്പിനെ നാടൻ നീറിനെ ഉപയോഗിച്ച് നിയന്ത്രിക്കാമെന്നുള്ളത്
ഞാൻ അത് വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ച് നടപ്പിലാക്കുന്നതാണ്. ഇത് അത്ര ഒരുപാട് വിശദീകരിച്ച് പറയണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അത്രമാത്രം പറയാൻ സമയം ഇവിടെ അനുവദിക്കുമെന്നറിയില്ല. അതുപോലെ മറ്റു ചില കണ്ടുപിടുത്തങ്ങളുണ്ടല്ലോ അല്ലേ, അതും കൂടെ ഒന്ന് പറയാമോ? ഇപ്പം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിൽ ആലോചനയിൽ നിന്നാണ് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായി എന്നാണ് എൻ്റെ ഒരു സാമാന്യ അറിവ്. അപ്പോൾ തെങ്ങ് കൃഷിക്ക് ഒരുപാട് പ്രതിസന്ധിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആദ്യം നിരീക്ഷിച്ച് തടം തുറക്കുന്നത് പകുതിയാക്കിയ പോലെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ 1.5 ഇട്ട് തുറക്കുന്നൊരു എഫക്റ്റ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയാക്കിയ ഒന്ന്. മറ്റൊന്ന് ഇപ്പം വെളിച്ചെണ്ണയാണ് കൊപ്രയിൽ നിന്നും പ്രധാനമായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് അനുസരിച്ചാണ് തേങ്ങയുടെ വിലക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പവർ കട്ടുള്ള സമയത്ത് മണ്ണെണ്ണ കത്തിക്കുന്നതിന് പകരം വെളിച്ചെണ്ണ വിളക്ക് ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്ന പേരിൽ അതിൻ്റെ ഒരു ഇതൊക്കെ എടുത്തിട്ട് CPCRL ഒന്നും കൊടുത്തിട്ടുണ്ട്. ശരി, മെഴുതിരിക്കും മണ്ണെണ്ണ വിളക്കിനും പകരം വെളിച്ചെണ്ണ വിളക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ വിളക്കിൽ വെളിച്ചെണ്ണ ഒഴിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? മണ്ണെണ്ണ വിളക്കിന് മണ്ണ് കയറുന്ന പോലെ കാപ്പിലറി ആക്ഷൻ കുറവാണ്. അതിന് പ്രത്യേകം ഒന്നുകിൽ ഈ വെളിച്ചെണ്ണയായിട്ട് അടുത്ത് നിൽക്കുന്ന കത്തുകാനുള്ള സംവിധാനം, അത് ഒറ്റത്തിരി വിളക്കോ അല്ലെങ്കിൽ നമ്മുടെ ചിരാത് എന്ന് പറയുന്ന സാധനത്തിൽ ഒഴിച്ചിട്ടോ വിളക്ക് അധികം നല്ല വെളിച്ചമുണ്ട്. അതുപോലെ മണ്ണ് കത്തിക്കുമ്പോൾ കരിപ്പുകയും ഇതൊക്കെ ഉണ്ടാകുന്നതിന് പകരം നല്ല മണമാണ്. പിന്നെ അതുപോലെ തന്നെ മണ്ണൊക്കെ തട്ടിമറിഞ്ഞ പോലെ തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതായത് തീ നേരിട്ട് പിടിക്കുമെങ്കിൽ പോലും പടരാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ വിധത്തിലൊരു നിരീക്ഷണം അവിടെ അവതരിപ്പിച്ചിരുന്നു. പിന്നെ ഒന്ന് നമ്മുടെ എൻ്റെ എല്ലാ അറിവിനും അതുപോലത്തെ കൃഷി വകുപ്പെന്ന പോലെ കാർഷിക സർവകലാശാലയിലും എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാർഷിക സർവകലാശാല റിസർച്ച് ഡയറക്ടറോട് സാറിനോട് പറഞ്ഞു, ഈ നമ്മുടെ പൊങ്ങ് തേങ്ങ മുളച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന പൊങ്ങ് വെളിയടുത്തൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല 80 റുപ്യ 100 റുപ്യ കൊടുത്ത ആൾ വാങ്ങിച്ച് തിന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊങ്ങിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നതാണ്, അപ്പോൾ നമ്മുടെ കുഞ്ഞിനും ഉള്ള മുലപ്പാൽ പോലെ ആ തെങ്ങിൻ്റെ കുഞ്ഞിന് വളരെയുള്ള ഒരുപാട് സമ്പുഷ്ടമായ ന്യൂട്രിയൻസും ഒക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയേണ്ട ആ വിധത്തിൽ തേങ്ങ പൊളിച്ചാൽ പൊങ്ങ് കിട്ടുമെങ്കിൽ പൊങ്ങൊന്ന് പൊളിക്കുക, എന്നുവെച്ചാൽ അതിനകത്തുള്ള അറിവ് പൊളിച്ച് അത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണമെന്ന് അദ്ദേഹത്തോട് പറയും. അദ്ദേഹം അതിന് പിന്നെ CPCയുടെ RARSലെ മേധാവി ഏർപ്പാടാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ 1-2 പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പൊങ്ങിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ള വിധത്തിലൊരു അറിവ് സമൂഹത്തിന് കിട്ടിയാൽ കുഞ്ഞുങ്ങളൊക്കെ വളർത്താൻ ഒരുപാട് വ്യാകുലപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഒരു ബേബി ഫുഡായിട്ടൊക്കെ ഇത് മാറുകയാണെങ്കിൽ ഒരു 360 ദിവസവും ഒരു കുഞ്ഞിന് ഒരു പൊങ്ങ് കൊടുക്കുന്ന ഒരു സ്ഥിതി എല്ലാ വീട്ടിലും ഉണ്ടാകുകയാണെങ്കിൽ അത്രയും ഇത് വരും. ആ വിധത്തിൽ ഉള്ളൊരു ആശയം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശ്രീ സിബി ജോർജ് പിന്നെ താങ്കളൊരു ചെറുപ്പക്കാരനാണ്, പരമ്പരാഗതമായിട്ട് ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഒരു നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു കൊമേഴ്സ്യൽ ഫാമിംഗ് അല്ലെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുക, അതിനുവേണ്ടി സങ്കരവിത്തുകൾ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉൽപ്പന്നശേഷി കൂടിയ വിത്തിനങ്ങൾ കൃഷി ചെയ്യുക, അതിന് അപ്പുറമായിട്ട് ഇങ്ങനെ ഒരു നാടൻ വിത്തുകൾ പരിരക്ഷിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാവാനും അതിനുള്ളൊരു കാര്യം എന്താണ്? നാടൻ വിത്തുകളാകുമ്പോൾ അതിന് കുറച്ച് നമ്മൾക്ക് അതിന് വർക്കുകൾ കുറവാണ്, പിന്നെ ലൈഫ് കൂടുതലുണ്ട്, പിന്നെ അതിന് അങ്ങനെയുള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇത് ചെയ്യാൻ കാരണം. പുതിയ വെറൈറ്റി ആകുമ്പോൾ കൂടുതൽ വളപ്രയോഗം വേണം, പല കാര്യങ്ങൾ കൂടുതൽ ചെയ്താലാണ് അതിനുള്ള കൂടുതൽ ഇതുണ്ടാവുകയുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് സാധാരണ ഫോറസ്റ്റ് രീതി പോലെ തന്നെ പ്രവർത്തിക്കുന്ന കാരണം ഉള്ള രീതിയിൽ അതിൻ്റെ പേരിൽ കൂടുതൽ പണികളൊന്നും ചെയ്യാൻ വളം പ്രയോഗം ചെയ്യാണ്ട് ക്വാളിറ്റിയുള്ള ഈ കുറച്ച് ഇൻകം കുറവാണെങ്കിൽ നമുക്കുള്ള ചിലവ് കുറവാണ്, അതുകൊണ്ടാണ് കൂടുതൽ ചെയ്യാൻ കാരണം. അതങ്ങനെ തുടർന്ന് അത് നമ്മൾ ഇനി അടുത്തൊരു ഘട്ടത്തിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കൂടുതൽ വിപുലമായിട്ട് തുടർന്ന് ഈ കൂടുതൽ ഇനങ്ങൾ ശേഖരിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ? കൂടുതൽ ഇനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അതിന് നന്നായി ഒന്നുകൂടി ഉഷാറാക്കി ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ നമ്മുടെ ഈ പാടശേഖരത്തിനെ സംബന്ധിച്ച്, അകമ്പാടം പാടശേഖരത്തെ സംബന്ധിച്ച് നമ്മൾ നെൽകൃഷി എന്നൊരു അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ നാടൻ വിത്തിനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഒരു വശത്ത് നമ്മൾ ഈ ഉൽപ്പന്നശേഷി കൂടിയ ഇനങ്ങൾ കൃഷി ചെയ്യുന്നു, ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തി കഴിഞ്ഞാലേ ഒരു ലാഭകരമായിട്ട് ഈ നാടൻ ഇനങ്ങൾ ചെയ്യുക സാധ്യമാണോ? ലാഭകരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഒരു സർവീസിനപ്പുറം, നമ്മളൊരു നാടിനോടുള്ള പ്രതിബദ്ധതയ്ക്ക് അപ്പുറം ഇതൊരു ലാഭകരമായി ഇത് കൃഷി ചെയ്യാൻ എത്രത്തോളം സാധ്യമാണ്? ലാഭകരം അതിൻ്റെ അത്ര ലാഭകരമാവില്ല അത്. പക്ഷെ അതിനൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ന്യായമായ വില ലഭിക്കണമെങ്കിൽ അത് ലാഭകരമാക്കാൻ പറ്റും. ഇതിന് നമ്മൾ പിന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളിൽ വർദ്ധിച്ച ഉൽപാദനക്ഷമതയോടിട്ട് നമുക്കത് കിട്ടുമ്പോൾ ഇത് ചുരുങ്ങിയ അളവിലാണ് ഒരു ഏക്കറിന് ഇതിന് കിട്ടുക. അതിന് വില കൊടുത്ത് വാങ്ങിക്കാൻ ഒട്ടനവധി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്.
അങ്ങനെ പ്രത്യേകിച്ച് അത് വരുമ്പോൾ ജൈവ രീതിയിൽ ചെയ്യാനുള്ള സാധ്യത. ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിന് രാസവളം ചെയ്യാൻ പറ്റില്ല. അത് ശരി. രാസവളം ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ് നാശമായി പോകും. അപ്പോൾ അത് പിന്നെ ജൈവത്തിൽ തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു പ്രീമിയം പ്രൈസ് ആ പ്രീമിയം പ്രൈസ് ഇപ്പൊ കിട്ടുന്നുണ്ട് അവരൊക്കെ ഒരു അതായത് അതിൽ ഉൽപാദനക്ഷമതയിൽ ഉണ്ടാകുന്ന കുറവ് അതിന്റെ വില നിലനിർത്തി തരും. അതുകൊണ്ടാണ് നമ്മൾ അതിൽ പിടിച്ചു നിൽക്കുന്നത്. ഈ നവരയ്ക്കൊക്കെ കിലോ 50 രൂപ 60 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങാൻ ആൾക്കാരുണ്ട്. അത് അവരെ കോമ്പൻസേറ്റ് ചെയ്യും. ഒരു ഏക്കറിൽ നിന്ന് കിട്ടുന്ന ചുരുങ്ങിയ വിളവിന് കൂടുതൽ വില കിട്ടുക എന്നുള്ളത്. അവാർഡ് താങ്കൾ കിട്ടിയ അവാർഡ് ഫലം ഒന്ന് കാണും. ടീച്ചർ, നമ്മൾ ഈ ചർച്ചയിലോട്ട് വരുമ്പോഴേ ഈ നമ്മുടെ ഈ ഫാർമേഴ്സ് റൈറ്റ്, കർഷകരുടെ അവകാശം, അത് എത്രത്തോളം ഈ ആക്ടിൽ എത്രത്തോളം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്? അതിൽ കർഷകരുടെ ബ്രീഡേഴ്സ് റൈറ്റ് പറയുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഈ കർഷകരുടെ അവകാശം 3 തരത്തിലാണ് ഈ ആക്ടിന്റെ കീഴിൽ നമ്മൾ അതോറിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയ്ക്കുള്ള റൈറ്റ്, ആ റൈറ്റിന്റെ കീഴിൽ എന്തുമാത്രം ഇനങ്ങൾ ആരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ കൃഷി ചെയ്യാനുള്ള അവകാശം കർഷകന് കൊടുത്തിട്ടുണ്ട്. അതിന് ആരുടെയും പ്രത്യേക പെർമിഷനൊന്നും ആവശ്യമില്ല. ഏതിനം ആര് രജിസ്റ്റർ ചെയ്ത ഇനം ആയാലും കൃഷിക്കാരന് അത് കൃഷി ചെയ്യാനും അടുത്ത വിളയ്ക്ക് വേണ്ടി അതിൻ്റെ വിത്ത് എടുത്തു വയ്ക്കാനും ലീഗലി ഉള്ള അവകാശം കൃഷിക്കാരന് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കൃഷിക്കാരൻ എന്നുള്ള നിലയ്ക്ക് കൃഷിക്കാരന് കൊടുത്തിരിക്കുന്ന അവകാശമാണ്. രണ്ടാമത്, ഒരു വിള പറഞ്ഞ രീതിയിൽ അതിന് വിളവ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെതിരെ കോമ്പൻസേഷൻ ചോദിക്കാനും ആ കോമ്പൻസേഷൻ നേടിയെടുക്കാനുള്ള റൂള് ഈ ആക്ടിൻ്റെ കീഴിലുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഭയങ്കര വിളവ് ഉള്ള ഒരു ഇനാണെന്ന് പറയും, അതിൻ്റെ വിത്ത് വാങ്ങും, ചെയ്യുമ്പോൾ അതേ രീതിയിൽ ഒരുപക്ഷെ കിട്ടില്ല. അപ്പം ശരിയായ രീതിയിൽ ചെയ്തിട്ടും ആ വിളവ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെതിരെ കർഷകന് കോമ്പൻസേഷനുള്ള ഒരു റൈറ്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൃഷിക്കാരൻ ഒരു ബ്രീഡർ എന്നുള്ള നിലയ്ക്ക്, ഒരു സസ്യശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്കാണ് രണ്ടാമത്തെ റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പുതിയ ഇനം കൃഷിക്കാരൻ കണ്ടെത്തുകയാണെങ്കിൽ കണ്ടുപിടിച്ചത് ആ ബ്രീഡർക്ക് കിട്ടുന്ന അതേ റൈറ്റ് ഈ ഫാമർക്ക് കിട്ടും. ഇപ്പോൾ ഫാമർ അയാളുടെ പേരിൽ അതിനെ രജിസ്റ്റർ ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും ആ ഫാമർക്ക് കിട്ടും. പിന്നെ മൂന്നാമത്തെ റൈറ്റാണ് കൃഷിക്കാരൻ ഒരു സസ്യ ജൈവ വൈവിധ്യ സംരക്ഷകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കൺസർവേറ്റർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ആ റൈറ്റിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് അവർക്ക് ഈ അവാർഡ് കൊടുക്കുന്നത്. പഴയ ഇനങ്ങൾ, എത്ര പഴയ ഇനങ്ങൾ, നമ്മുടെ പൊക്കാളി വിത്ത് ലോകത്തെ എല്ലായിടത്തും ലവണജലത്തെ പ്രതിരോധിക്കുന്ന ഇനങ്ങളുടെ ഗവേഷണത്തിൽ, ഞാൻ ഇറിയിലൊക്കെ പോയപ്പോൾ അവിടെ പൊക്കാളിയുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വന്നിരിക്കണേന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത്രയും നമ്മളോടൊരു മതിപ്പായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ആ എന്നെ അവരെ കേരള കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞ എന്നുള്ള നിലയിലല്ല കണ്ടത്, പൊക്കാളിയുടെ നാട്ടിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത്രയും ഒരു അംഗീകാരം അവിടെ ആ ഗ്രൂപ്പിന്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പഴയ വിത്തുകൾ നമ്മുടെ കർഷകൻ എത്രയോ നാളായി സംരക്ഷിച്ചു വരുന്നു. ഇപ്പോഴും കുറേ വിത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും കൈമോശം പൂർണ്ണമായിട്ടും വരാതെ ഇവരുടെ കയ്യിലാണ് അതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കർഷകരെ ആദരിക്കുന്നതിനാണ് അവർ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 3 റൈറ്റാണ് ഈ ആക്ടിൻ്റെ കീഴിൽ: ഫാമർ ആസ് എ ബ്രീഡർ, ഫാമർ ആസ് എ കൺസർവേറ്റർ, ഫാമർ ആസ് എ ഫാമർ. 3 റൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ഈ 3 പേർക്കും അല്ലെങ്കിൽ ഒരാളും കൂടെ ഇതിനകത്ത് ക്യാഷ് അവാർഡ് ഇല്ലെങ്കിൽ അവർക്ക് ഒരു അംഗീകാരം കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും കൂടെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ശ്രീ വാസവൻ, നമ്മുടെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടി, അതുപോലെ താങ്കൾക്ക് വേറെ അവാർഡുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 7 ഏക്കറുള്ള സ്ഥലം താങ്കളിങ്ങനെ നാടൻ ഇനങ്ങൾ വെച്ച് പരിരക്ഷിക്കുമ്പോൾ അതിന് ഒരു കൊമേഴ്സ്യൽ വാല്യൂ അത്രത്തോളം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് നികത്താൻ വേണ്ടി താങ്കൾക്കൊരു ഗവൺമെൻറ് തലത്തിലേക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അത് പറഞ്ഞാൽ ഞാനിപ്പോൾ 7 ഏക്കർ ഭൂമിയിൽ റബ്ബർ വെച്ചിരുന്നെങ്കിൽ ഒരു 15 ലക്ഷം രൂപ ഒരു വർഷം വരുമാനം ഉണ്ടാവും എന്ന് എനിക്കറിയാം. ചിലപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ, ഇപ്പോൾ എൻ്റെ മകൻ, ഞാനൊരു വീട് വെച്ചതിൻ്റെ ബാധ്യത കൊണ്ട് എൻ്റെ മകനെ കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞിട്ട് ഒരു വർഷം അവന് പോയി. അവനൊരു ശാസ്ത്ര കോളേജിലൊന്നും ചേർക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ എന്തിന് എന്നുള്ളത് തോന്നലുണ്ടാകുന്നത്. ആ വിധത്തിലൊരു സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവുമായിരിക്കാം. തീർച്ചയായിട്ടും. സിബി ജോർജിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു കൂടുതൽ സ്ഥലത്ത് പ്ലാൻ ചെയ്യുമ്പോൾ അതിനുള്ള ഇൻകം ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനോടുള്ള ഒരു ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല, തോന്നിയിട്ടില്ല. സിബിയെ സംബന്ധിച്ചിടത്തോളം സാർ, ഞങ്ങൾ പറയുന്ന ഒരു യുവ കർഷകൻ ഈ കൃഷിയുടെ ഏരിയയിലേക്ക് ഫുൾ ടൈം ഒരു ഫാമറായിട്ട് വന്നിരിക്കണ, ഞങ്ങൾ അവിടെ സ്റ്റുഡൻസിന്, കോളേജിലെ സ്റ്റുഡൻസിന് ഒരു മോഡലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൃഷിക്കാരനാണ്. പഠിച്ചത് ബികോം വരെ. പൂർണ്ണമായിട്ടും കൃഷിയിൽ പാരമ്പര്യമായിട്ട് കൃഷിഭൂമി ഉള്ളതിൻ്റെ കൃഷി രീതി എങ്ങനെയുള്ള കൃഷി രീതിയാണ്?
അത് ഒരു പ്ലാന്റേഷൻ സ്റ്റൈലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. തെങ്ങ്, ജാതി, കവുങ്ങ്, കുരുമുളക് എല്ലാ വെറൈറ്റികളും കൂടുതൽ ഏരിയയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജൈവ രീതി, ഫുൾ ജൈവ അല്ല, കുറച്ച് മറ്റേത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നെല്ലിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ടീച്ചർ നേരത്തെ പറഞ്ഞ ധാരാളം വിലപ്പെട്ട ജീനുകളുടെ കലവറയാണ് കേരളം അല്ലേ? അപ്പോൾ അത് താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ പാലക്കാട് അകമ്പാടത്ത് നടന്ന ഒരു പ്രവർത്തനം കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലെ കൃഷിക്കാർ ഇത് അറിഞ്ഞ് അവിടെയുള്ള വിത്തുകൾ സംരക്ഷിക്കപ്പെടണ്ടേ? അപ്പോൾ അതിനെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? അല്ല, അവർ നമ്മളിതിലേക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ അവരെ കൊണ്ടുവരണം. ഇതിന് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നും ഈ പിന്നെ ഇത്തരം നെൽവിത്തുകളെ സംരക്ഷിച്ചാൽ അതിനുള്ള അംഗീകാരം സർക്കാരിൽ നിന്ന് കിട്ടുമെന്നും ഇത് നമുക്ക് നാളെ വരും തലമുറയ്ക്ക് ഇത് ഗുണകരമായൊരു മാറ്റത്തിലേക്കാണ് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നൊരു ബോധ്യം അവർക്ക് വരുത്തണം. മാത്രമല്ല ഇതിന് ശരിയായ രീതിയിൽ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് കൂടി കിട്ടണം. ഇങ്ങനെ ചെയ്യുന്ന കർഷകരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കാനുള്ള ചുമതല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. പിന്നെ മാഡത്തെ പോലെയുള്ള ആത്മാർത്ഥ സേവനം നടത്താനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ രംഗത്തേക്ക് മുഴുവൻ കർഷകരും വരും. അതിന് മുഴുവൻ ആളുകളും ഇതിന് അംഗീകാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് വന്നേ പറ്റും. അതിന് ഫുൾ സപ്പോർട്ട് പല ഭാഗത്തും കൊടുക്കണം. അപ്പോൾ എൻ്റെ ഭാഗത്ത് തന്നെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള കർഷക സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അവരെല്ലാം വിളിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പാടശേഖരത്തിൻ്റെ പേരിലല്ലാതെ തന്നെ ഞാൻ ഈ ഫാർമേഴ്സ് ക്ലബ്ബും ഫെഡറേഷനായിട്ട് ഫെഡറേഷൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എല്ലാ ഭാഗത്തും ഓടി നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഒട്ടനവധി ഇത്തരത്തിലുള്ള കർഷക സുഹൃത്തുക്കളും ആത്മമിത്രങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ വളരെ താല്പര്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവർക്ക് എന്തെല്ലാം നമുക്ക് ഈ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ, പ്രത്യേകിച്ച് മാഡത്തിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് മാക്സിമം അവർക്ക് സപ്പോർട്ട് ചെയ്ത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവരെ അതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയും അവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നമനം സാഹചര്യം ഉണ്ടാവും. ടീച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിനെ കുറിച്ച് പറയുന്നത് കേരളം ഈ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറാണ്, ബയോഡൈവേഴ്സിറ്റി പാരഡൈസ് എന്നൊക്കെ പറയുന്നത്, അഗ്രോ ബയോഡൈവേഴ്സിറ്റി പാരഡൈസ്. ധാരാളം ഇപ്പം നമ്മൾ നെല്ലിൻ്റെ എടുത്താൽ തന്നെ എത്രയോ ഇനങ്ങൾ, അത് കഴിഞ്ഞ് വാഴ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തിൽ ഇത്രത്തോളം വാഴ ഇനങ്ങൾ കാണപ്പെടുന്നില്ല. പക്ഷേ ടീച്ചർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ ജൈവ ചോഷണം, ബയോപൈറസി ഇപ്പോഴും നടക്കുന്നുണ്ടോ? ബയോപൈറസി നടക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഒരു ബയോഡൈവേഴ്സിറ്റി ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ കുറച്ച് പ്രവർത്തിക്കുന്ന ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് അതിൻ്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ബയോഡൈവേഴ്സിറ്റി ബോർഡ്, നാഷണൽ ബയോഡൈവേഴ്സിറ്റി ബോർഡുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ ഒരു നിയമം ഉള്ളതും ആ നിയമത്തിൻ്റെ കീഴിൽ ഇത്ര റൂൾസ് ഉണ്ട്. നമ്മുടെ സീ പോർട്ടിൽ കൂടി എയർപോർട്ടിൽ കൂടിയും പ്ലാന്റിംഗ് മെറ്റീരിയൽ കൊടുക്കാൻ പാടില്ല, കടത്തി കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ നിയമം നിലനിൽക്കുമ്പോഴും ഇതെല്ലാം വളരെ കൂളായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ലംഘിക്കപ്പെട്ട് മെറ്റീരിയൽ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. അപ്പം നിയമം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അത് പ്രാവർത്തികമാക്കാനുള്ള പൂർണ്ണമായ സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ടീച്ചർ നമുക്കൊരു ഇത് സംബന്ധിച്ച ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയോടുകൂടി അവസാനിപ്പിക്കാം. അത് ഇങ്ങനെയുള്ള ഒരു ഈ പറഞ്ഞ ഒരു ആക്റ്റും അതോറിറ്റിയും അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇപ്പം തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു. അപ്പം അങ്ങനെയുള്ള ഇപ്പം കേരളത്തിൽ നിന്ന് തന്നെ 3 കൃഷിക്കാർക്ക് അംഗീകാരം കിട്ടി, 2 പേർക്ക് അവാർഡ് കിട്ടി, ഒരാൾക്ക് റെക്കഗ്നേഷൻ കിട്ടി, ഒരു പാടശേഖര സമിതിക്ക് റെക്കഗ്നേഷൻ കിട്ടി. അപ്പോൾ ടീച്ചറിനെ പോലുള്ള ഈ മേഖലയിൽ ഉള്ള പ്രവർത്തിക്കുന്ന ആൾക്കാർ അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ പറഞ്ഞ ഈ സപ്പോർട്ട് ലഭിക്കാതെ ഇത് ഇങ്ങനെ മുന്നോട്ട് വരാനും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം ആണ്. ഈ ആപ്ലിക്കേഷൻ ഒന്നില് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ കൊടുക്കണം. അത് നമ്മുടെ കർഷകരെ സംബന്ധിച്ച് ഈ 2 ലാംഗ്വേജും അവർ വിചാരിക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം നാച്ചുറലി ഒരു സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് അതിലേക്ക് കടക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നത് ഈ കേരളം എന്നുള്ള ഈ ഒരു ജൈവവൈവിധ്യത്തിൻ്റെ പർവ്വതീസ എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ഇപ്പോൾ ധാരാളം നാടൻ ഇനങ്ങൾ ഇവിടെ കൃഷി ചെയ്ത് പോന്നിരുന്നു പരമ്പരാഗതമായിട്ട്. അതിൽ ധാരാളം നാട് നീങ്ങിക്കഴിഞ്ഞു, പലതും ഇപ്പോഴും നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കാൻ, അതുപോലെ ഈ കേരളത്തിൻ്റെ ഒരു നാട്ടറിവുകളുടെ ഒരു വലിയൊരു പാരമ്പര്യം നിലനിർത്താനുമൊക്കെ ഇത്തരം ഒരു അവാർഡും അതുപോലെ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായിട്ടുള്ള അക്കാഡമിഷ്യൻസ് അതുപോലെ കർഷകർ ഇവരെല്ലാം ഒത്തൊരുമിച്ച് വരുന്ന ഒരു സാഹചര്യം സംജാതമാകട്ടെ എന്ന ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം.
ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സഹോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. അമ്മേ, ചോറ് വിളമ്പമ്മേ. ഒന്ന് ക്ഷമിക്കും മോളെ, ഇതുവരെയും പരിപ്പ് വെന്തിട്ടില്ല. വിഷമിക്കാതിരിക്കും പൊന്നുന്റെ അമ്മേ, ഇത്തവണ നമ്മുടെ പരിപ്പ് ശരിക്കും വെന്തോളും. എന്ന് വെച്ചാലോ? ഇത്തവണ NFSM കീഴിൽ പരിപ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ രീതികൾ കാണിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് 1000 മേഖലകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രദേശവും ഉൾപ്പെടുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് നമ്മുടെ 5 ഏക്കർ പാടത്തിന് വളവും കീടനാശിനിയും കൂടാതെ മേൽത്തരം വിത്തിന്റെ മിനി കിറ്റും ലഭിക്കുമെന്നേ. പക്ഷേ ഇത്രയും പരിപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യയെ, ഇപ്പോ സർക്കാർ പയർവർഗ്ഗങ്ങളുടെ താങ്ങുവിലയും നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് വാങ്ങുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുന്നു. ഇതുമൂലം നമ്മുടെ വരുമാനം വർദ്ധിക്കില്ലേ? പിന്നെ നമ്മുടെ മോള് നല്ല സ്കൂളിൽ പോയി ഒരു വലിയ കൃഷിശാസ്ത്രജ്ഞയാകില്ലേ? അല്ല രാഘവ, വിത്ത് വാങ്ങി, കീടനാശിനി വാങ്ങി, ഇപ്പോഴിതാ വളവും വാങ്ങി. ഇതിനൊക്കെ പണം എവിടുന്നാ വരുന്നേ? ഗോപാല, ചെലവിനെ കുറിച്ച് എന്തിനാണോ വിഷമിക്കുന്നത്? എന്താന്നോ, എന്റെ പക്കലുണ്ടല്ലോ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ്. കാർഡോ? ഇതെന്തു വന്നാ? എന്താന്നോ, ഇത് ബാങ്കിൽ നിന്ന് കിട്ടുന്നതാ. ഈ കാർഡ് കൊണ്ട് ഒരു നിശ്ചിത തുകയ്ക്ക് നമ്മുടെ നിലത്തിന് വേണ്ട സാധനങ്ങൾ. അതെയോ? എന്നാ എനിക്കൊരു കാർഡ് വാങ്ങിത്താ. അങ്ങനെയോ? അടുത്തുള്ള ബാങ്കിൽ ചെല്ല്, കാർഡ് വാങ്ങിക്ക്, ലാഭമേറെ നേടിക്കോ. ആരോടാ വർത്താനം ഇങ്ങനെ കളിച്ചു ചിരിച്ച്? കിസാൻ കോൾ സെന്റർ വിദഗ്ധനോട് കൃഷിയെ കുറിച്ച് ഉപദേശം തേടുകയായിരുന്നു. രാവിലെ ശരി, ഉച്ച തിരിഞ്ഞുമോ? കിസാൻ കോൾ സെന്റർ രാവിലെ 6 മണി മുതൽ രാത്രി 10 വരെ തുറന്നിരിക്കും. ഞായറാഴ്ചയും കൂടെയോ? അതേന്ന്, വർഷത്തെ 365 ദിവസവും ഉണ്ട്. അപ്പോഴീ ഫോൺ ബില്ലെല്ലാം ആര് കൊടുക്കും? കിസാൻ കോൾ സെന്ററിന്റെ സേവനം സൗജന്യമാണ്. ഞാൻ കരുതി വേറെന്തോ ചുറ്റിക്കളിയാണെന്ന്. കർഷകരെ, കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ഉടൻ പരിഹാരം നേടാൻ ഇന്ത്യയൊട്ടുക്കും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 180 1551 ബന്ധപ്പെടും. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളികേര ഉൽപാദക സംഘങ്ങൾക്കും അവരുടെ ഫെഡറേഷനും സംസ്ഥാനതല ഏജൻസികൾക്ക് നേരിട്ട് കൊപ്ര നൽകുവാൻ അനുമതി. സംയോജിത കൃഷിയിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി. വാർത്തകൾ വിശദമായി. സംസ്ഥാനതല ഏജൻസികൾക്ക് നേരിട്ട് കൊപ്ര നൽകുവാൻ നാളികേര ഉൽപാദക സംഘങ്ങൾക്കും നാളികേര ഉൽപാദക ഫെഡറേഷനും അനുമതി നൽകി. നാളികേര ഉൽപാദക സംഘങ്ങൾക്കും ഫെഡറേഷനും കമ്പനികൾക്കും കൃഷി ഓഫീസറുടെ നാളികേര കൃഷി സംബന്ധിച്ച സാക്ഷ്യപത്രം ഇല്ലാതെ തന്നെ അംഗങ്ങളിൽ നിന്നും താങ്ങുവില പ്രകാരം നാളികേരം ശേഖരിച്ച് കൊപ്രയാക്കി താങ്ങുവില നിരക്കിൽ നേരിട്ട് സംസ്ഥാനതല ഏജൻസികൾക്ക് നൽകുവാൻ കഴിയും. നാളികേരം തൊണ്ടില്ലാതെ കിലോയ്ക്ക് 14 രൂപ 25 പൈസയും കൊപ്ര കിലോയ്ക്ക് 52 രൂപ 50 പൈസയുമാണ് താങ്ങുവില. ഓരോ ജില്ലയിലെയും സംഭരണ ഏജൻസികളുടെ പട്ടിക ജില്ലാ കളക്ടർ അധ്യക്ഷനായുള്ള ജില്ലാതല കമ്മിറ്റി അംഗീകരിച്ച് ഈ മാസം ആദ്യ പകുതിയോടെ സംഭരണം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻ വർഷങ്ങളിലെ പോലെ സംഭരണത്തിനുള്ള സംസ്ഥാനതല ഏജൻസിയായി പ്രവർത്തിക്കുന്നത് കേരഫെഡും മാർക്കറ്റ് ഫെഡുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളിലെ കീടനാശിനികളുടെ അവക്ഷിപ്തം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് വെല്ലുവിളി ഉയർത്താതിരിക്കാൻ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചതായി സ്പൈസസ് ബോർഡ്. പല വിദേശ രാജ്യങ്ങളിലും കീടനാശിനികളുടെ അളവും തോതും നിർണ്ണയിക്കുന്നത് അതത് രാജ്യങ്ങളിലെ ഉപയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ ഇന്ത്യയിൽ കീടനാശിനികൾ സുരക്ഷിതരഹിതമായി ഉപയോഗിക്കുന്നത്
ഇറക്കുമതി രാജ്യങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഓരോ വിളയ്ക്കുമുള്ള നല്ല കൃഷിരീതികൾ അവലംബിക്കുന്നത് സംബന്ധിച്ച് ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശില്പശാലയിൽ ICAR, തമിഴ്നാട് കേരള കാർഷിക സർവകലാശാല, സ്പൈസസ് ബോർഡ്, NRCSS തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധർ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. സംയോജിത കൃഷിയിലേക്ക് മടങ്ങിപ്പോയാൽ മാത്രമേ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃഷിമന്ത്രി KP മോഹനൻ തിരുവനന്തപുരം ആനയറ സമേതിയിൽ നടന്ന മണ്ണ് പരിപോഷണ മുഖാമുഖവും പഞ്ചായത്ത് തല മണ്ണ് പരിപാലന പ്ലാൻ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് തല മണ്ണ് പരിപാലന പ്ലാനും മണ്ണ് പരിശോധനാധിഷ്ഠിത മൂലക പരിപാലന പ്ലാനിന്റെ DVD പ്രകാശനവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കൃഷിവകുപ്പ് സെക്രട്ടറി KR ജ്യോതിലാൽ, ഡയറക്ടർ R അജിത് കുമാർ, പ്ലാനിംഗ് ബോർഡ് കാർഷിക വിഭാഗം ചീഫ് ഡോക്ടർ P രാജശേഖരൻ എന്നിവർ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ബാലരാമപുരത്ത് പ്രവർത്തിക്കുന്ന നാളികേര ഗവേഷണ കേന്ദ്രത്തിൽ നല്ല ഇനം നാടൻ വെസ്റ്റ് കോസ്റ്റ് ടാൾ, സങ്കര ഇനം T*D തെങ്ങിൻ തൈകളും കരിമുണ്ട, പന്നിയൂർ ഇനങ്ങളിൽപ്പെട്ട വേരുപിടിപ്പിച്ച കുരുമുളക് തൈകളും ലഭ്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 240 0621. ഇന്ത്യൻ കാർഷിക രംഗത്തെ സമഗ്ര ഓൺലൈൻ വിവരശേഖരമായ അഗ്രോപീഡിയയിൽ സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശില്പശാല സംഘടിപ്പിക്കുന്നു. ജൂൺ 7-ാം തീയതി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൽ വെച്ചാണ് ശില്പശാല. വിവിധ തലങ്ങളിലുള്ളവർക്ക് ഉപയോഗപ്രദമാകും വിധം പ്രാദേശിക ഭാഷയിൽ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് അഗ്രോപീഡിയ. റബ്ബർ കർഷകർക്കായി റബ്ബർ ബോർഡ് നൽകുന്ന നിർദ്ദേശങ്ങൾ. റബ്ബർ ടാപ്പ് ചെയ്ത് പാൽ ശേഖരിച്ച ശേഷം ചിരട്ടകൾ കമിഴ്ത്തി വെക്കുന്ന കാര്യത്തിൽ കർഷകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഴ മൂലം ടാപ്പിംഗ് തടസ്സപ്പെടുമ്പോൾ ചിരട്ടകളിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനിടയുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് റെയിൻ ഗാർഡ് ചെയ്ത തോട്ടങ്ങളിൽ പ്ലാസ്റ്റിക് ഉയർത്തി വെക്കുമ്പോൾ അവയുടെ മടക്കുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാകും. ഇവ നന്നായി താഴ്ത്തിയിട്ടാൽ ഈ പ്രശ്നം ഒഴിവാക്കാം. ഉപയോഗിച്ച ശേഷം പറമ്പിൽ ഉപേക്ഷിച്ചിരിക്കുന്ന റെയിൻ ഗാർഡുകളിലും പാത്രങ്ങളിലും മഴവെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുറപ്പാക്കണം. കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 17,100 രൂപ, റബ്ബർ RSS 5 16,550 രൂപ, വെളിച്ചെണ്ണ കിൻഡലിന് 6,350 രൂപ, കുരുമുളക് 33,700 രൂപ, നാളികേരം തൊണ്ടോടുകൂടിയത് 1000-ന് 6,000 രൂപ, നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 8,000 രൂപ. ഇനി കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 35,200 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 33,700 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് കിൻഡലിന് 32,600 രൂപ, വയനാടൻ കുരുമുളക് 33,100 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് കിൻഡലിന് 4,475 രൂപ, തളിപ്പറമ്പ് 4,200 രൂപ, കാസർഗോഡ് 3,900 രൂപ. വെളിച്ചെണ്ണ വിപണി കണ്ണൂർ കിൻഡലിന് 6,800 രൂപ, കോട്ടയം 6,850 രൂപ, ആലപ്പുഴ 6,350 രൂപ. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.6, 24.9, കൊച്ചി 32.6, 24, ആലപ്പുഴ 30, 24.8, പുനലൂർ 32.6, 24.4, തിരുവനന്തപുരം 32, 24.3 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.